ഹലോ, ഞാൻ ഇസ്മായിൽ കാലിക്കറ്റ്. നമ്മളുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ കുറഞ്ഞ് നമ്മൾ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന് എന്തൊക്കെയാണ് സംഭവിക്കുക? മറ്റൊന്ന്, നമ്മളുടെ വാഹനത്തിന് ഫ്യൂവൽ കുറഞ്ഞ് നമ്മൾ വാഹനം ഓടിച്ചു കഴിയുമ്പോൾ പിന്നീട് റീസ്റ്റാർട്ട് ആവുന്നില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക? അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, നമ്മളുടെ വാഹനത്തിലെ പെട്രോൾ പൂർണ്ണമായി തീർന്നു കഴിഞ്ഞാൽ നമ്മൾ പമ്പിലേക്കുള്ള സിഗ്നൽ കട്ടാവുകയും എയർ കുടുങ്ങി നമ്മുടെ വണ്ടി സ്റ്റാർട്ടാവാതിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പെട്രോൾ വാങ്ങി ഒഴിച്ചാലും നമ്മുടെ വാഹനം എന്താവില്ല, സ്റ്റാർട്ടാവില്ല. ഇങ്ങനെ സ്റ്റാർട്ടാവാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞുതരാം. നമ്മൾ അവിടെ നിന്ന് ബുദ്ധിമുട്ടി നമ്മുടെ വാഹനം കെട്ടിവലിക്കാനൊന്നും ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ ചെയ്യേണ്ട ഒരു കാരണം വെച്ചാൽ, പ്രധാനമായിട്ട് നമ്മൾ ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ വാഹനം സ്റ്റാർട്ടാവുന്നില്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, പെട്രോൾ ഒഴിച്ചിട്ട് സ്റ്റാർട്ടാകുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചാവി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക. ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇഗ്നിഷൻ ഓൺ ചെയ്യുക. ഇഗ്നിഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഓഫ് ചെയ്യുക. അങ്ങനെ ഇഗ്നിഷൻ ഓൺ ചെയ്തു, സ്റ്റാർട്ടാക്കാതെ വീണ്ടും ഓഫ് ചെയ്തു. അങ്ങനെ നമ്മൾ പമ്പിലേക്ക് നമ്മൾ എന്താണെന്നുള്ള ഫ്യൂവല് കറക്റ്റ് കയറും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പമ്പിലേക്കുള്ള ഫ്യൂവൽ കട്ടാകുന്നത് കൊണ്ടാണ് സ്റ്റാർട്ടാവാത്തത്. ഒരു 5 or 6 അല്ലെങ്കിൽ ഒരു 10 പ്രാവശ്യങ്ങൾ നമ്മൾ ഇഗ്നിഷൻ ഓൺ ചെയ്ത് ഓഫ് ചെയ്യുക. ഇഗ്നിഷൻ ഓൺ ചെയ്ത് ഓഫ് ചെയ്യുക. വണ്ടി സ്റ്റാർട്ട് ചെയ്യരുത്, ഇഗ്നിഷൻ മാത്രം ഓൺ ചെയ്ത് ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ വാഹനം സ്റ്റാർട്ടാകുന്നില്ലെങ്കിൽ പിന്നീട് നമുക്ക് മറ്റൊരു കാര്യമാണ് ചെയ്യാനുള്ളത്. നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മളുടെ വാഹനത്തിൻ്റെ സ്റ്റാർട്ട് ഇങ്ങനെ ചെയ്തിട്ടും വണ്ടി സ്റ്റാർട്ടാകുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഉടനെ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ബോണറ്റ്, അതായത് നമ്മളുടെ ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ ബാറ്ററിയുടെ അടുത്തേക്ക് പോകുക. ബാറ്ററിയുടെ നെഗറ്റീവ് പോയിൻറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 5 മിനിറ്റ് നേരം, ഒരു 10 മിനിറ്റ് നേരം നമ്മൾ നെഗറ്റീവ് കണക്ഷൻ വിവേചിച്ച് മാറ്റി വയ്ക്കുക, അത് ഊരി വയ്ക്കുക. അങ്ങനെ ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റോ നമ്മൾ എന്ത് ചെയ്യുക, വാഹനത്തിൻ്റെ ബാറ്ററിയുടെ നെഗറ്റീവ് നമ്മൾ ഊരിയെടുക്കുകയും അത് ഒരു 15 മിനിറ്റ് ഡിസ്കണക്ട് ചെയ്ത് വെക്കുകയും വീണ്ടും നമ്മളൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ് അത് ഡിസ്കണക്ട് ചെയ്ത ബാറ്ററി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുകയും നമ്മൾ ഓൺ ചെയ്ത് ജസ്റ്റ് നമ്മൾ വന്നൊന്ന് വണ്ടി സ്റ്റാർട്ടാക്കി കഴിയുമ്പോൾ നമ്മുടെ വണ്ടി വളരെ നന്നായി സ്റ്റാർട്ടാവുന്നതായിരിക്കും. അപ്പോൾ എന്തായി, നമ്മളുടെ വണ്ടിയുടെ എൻജിൻ വളരെ കൃത്യമായി തന്നെ വർക്ക് ചെയ്യുകയും വണ്ടി സ്റ്റാർട്ടായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, നമ്മളുടെ വാഹനത്തിലെ പെട്രോൾ പൂർണ്ണമായി തീർന്നു കഴിഞ്ഞാൽ നമ്മൾ പമ്പിലേക്കുള്ള സിഗ്നൽ കട്ടാവുകയും എയർ കുടുങ്ങി നമ്മുടെ വണ്ടി സ്റ്റാർട്ടാവാതിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പെട്രോൾ വാങ്ങി ഒഴിച്ചാലും നമ്മുടെ വാഹനം എന്താവില്ല, സ്റ്റാർട്ടാവില്ല. ഇങ്ങനെ സ്റ്റാർട്ടാവാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞുതരാം. നമ്മൾ അവിടെ നിന്ന് ബുദ്ധിമുട്ടി നമ്മുടെ വാഹനം കെട്ടിവലിക്കാനൊന്നും ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ ചെയ്യേണ്ട ഒരു കാരണം വെച്ചാൽ, പ്രധാനമായിട്ട് നമ്മൾ ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ വാഹനം സ്റ്റാർട്ടാവുന്നില്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, പെട്രോൾ ഒഴിച്ചിട്ട് സ്റ്റാർട്ടാകുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചാവി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക. ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇഗ്നിഷൻ ഓൺ ചെയ്യുക. ഇഗ്നിഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഓഫ് ചെയ്യുക. അങ്ങനെ ഇഗ്നിഷൻ ഓൺ ചെയ്തു, സ്റ്റാർട്ടാക്കാതെ വീണ്ടും ഓഫ് ചെയ്തു. അങ്ങനെ നമ്മൾ പമ്പിലേക്ക് നമ്മൾ എന്താണെന്നുള്ള ഫ്യൂവല് കറക്റ്റ് കയറും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പമ്പിലേക്കുള്ള ഫ്യൂവൽ കട്ടാകുന്നത് കൊണ്ടാണ് സ്റ്റാർട്ടാവാത്തത്. ഒരു 5 or 6 അല്ലെങ്കിൽ ഒരു 10 പ്രാവശ്യങ്ങൾ നമ്മൾ ഇഗ്നിഷൻ ഓൺ ചെയ്ത് ഓഫ് ചെയ്യുക. ഇഗ്നിഷൻ ഓൺ ചെയ്ത് ഓഫ് ചെയ്യുക. വണ്ടി സ്റ്റാർട്ട് ചെയ്യരുത്, ഇഗ്നിഷൻ മാത്രം ഓൺ ചെയ്ത് ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ വാഹനം സ്റ്റാർട്ടാകുന്നില്ലെങ്കിൽ പിന്നീട് നമുക്ക് മറ്റൊരു കാര്യമാണ് ചെയ്യാനുള്ളത്. നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മളുടെ വാഹനത്തിൻ്റെ സ്റ്റാർട്ട് ഇങ്ങനെ ചെയ്തിട്ടും വണ്ടി സ്റ്റാർട്ടാകുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഉടനെ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ബോണറ്റ്, അതായത് നമ്മളുടെ ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ ബാറ്ററിയുടെ അടുത്തേക്ക് പോകുക. ബാറ്ററിയുടെ നെഗറ്റീവ് പോയിൻറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 5 മിനിറ്റ് നേരം, ഒരു 10 മിനിറ്റ് നേരം നമ്മൾ നെഗറ്റീവ് കണക്ഷൻ വിവേചിച്ച് മാറ്റി വയ്ക്കുക, അത് ഊരി വയ്ക്കുക. അങ്ങനെ ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റോ നമ്മൾ എന്ത് ചെയ്യുക, വാഹനത്തിൻ്റെ ബാറ്ററിയുടെ നെഗറ്റീവ് നമ്മൾ ഊരിയെടുക്കുകയും അത് ഒരു 15 മിനിറ്റ് ഡിസ്കണക്ട് ചെയ്ത് വെക്കുകയും വീണ്ടും നമ്മളൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ് അത് ഡിസ്കണക്ട് ചെയ്ത ബാറ്ററി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുകയും നമ്മൾ ഓൺ ചെയ്ത് ജസ്റ്റ് നമ്മൾ വന്നൊന്ന് വണ്ടി സ്റ്റാർട്ടാക്കി കഴിയുമ്പോൾ നമ്മുടെ വണ്ടി വളരെ നന്നായി സ്റ്റാർട്ടാവുന്നതായിരിക്കും. അപ്പോൾ എന്തായി, നമ്മളുടെ വണ്ടിയുടെ എൻജിൻ വളരെ കൃത്യമായി തന്നെ വർക്ക് ചെയ്യുകയും വണ്ടി സ്റ്റാർട്ടായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.